ഹലോ എവരി വൺ. NCERT 8th സ്റ്റാൻഡേർഡ് ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ പാഠമായ ഹ്യൂമൻ റിസോഴ്സസ് മാനവ വിഭവശേഷി അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ മാനുഷിക വിഭവങ്ങൾ അല്ലെങ്കിൽ മാനവ വിഭവശേഷികൾ, മനുഷ്യനാവശ്യമായ വിഭവങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനാവശ്യമായ കാര്യങ്ങൾ, അതിൻ്റെ ഉത്ഭവങ്ങൾ, സ്രോതസ്സുകൾ, അതിനെക്കുറിച്ചാണ്, ലോകത്തുള്ള സ്രോതസ്സുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ പാഠത്തിൽ പഠിക്കുവാൻ പോകുന്നത്. പീപ്പിൾ ആർ എ നാഷൻസ് ഗ്രേറ്റസ്റ്റ് റിസോഴ്സസ്. ജനങ്ങളാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സ്. നേച്ചേഴ്സ് ബൗണ്ടി ബിക്കംസ് സിഗ്നിഫിക്കൻറ്റ് ഓൺലി വെൻ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ. ഒരു രാജ്യത്തിൻ്റെ സംഭാവനകൾ അത് എപ്പോഴാണ് അത് മൂല്യമുള്ളതാകുന്നത്? ജനങ്ങൾ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ്. ഇറ്റ് ഈസ് പീപ്പിൾ വിത്ത് ദെയർ ഡിമാൻഡ്സ് ആൻഡ് അബിലിറ്റീസ് ദാറ്റ് ടേൺ ദം ഇൻ ടു റിസോഴ്സസ്. ജനങ്ങളാണ് ഈ ഔദാര്യങ്ങളെ അല്ലെങ്കിൽ ഈ സംഭാവനകളെ അവർക്ക് വേണ്ട അവരുടെ ആവശ്യാനുസരണം അതിനെ സ്രോതസ്സുകളായി മാറ്റുന്നത്. ഹെൻസ്, അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ അൾട്ടിമേറ്റ് റിസോഴ്സ്. മാനുഷിക വിഭവങ്ങളാണ്, മാനവ വിഭവശേഷികളാണ് അത്യന്തികമായിട്ടുള്ള സ്രോതസ്സുകൾ. ഹെൽത്തി, എഡ്യൂക്കേറ്റഡ് ആൻഡ് മോട്ടിവേറ്റഡ് പീപ്പിൾ ഡെവലപ്പ് റിസോഴ്സസ് ആസ് പെർ ദെയർ റിക്വയർമെൻറ്റ്സ്. ആരോഗ്യമുള്ള, വിദ്യാഭ്യാസമുള്ള, പ്രോജ്വലിച്ച് നിൽക്കുന്ന ജനങ്ങൾ അവരാണ് അവരുടെ ആവശ്യാനുസരണം സ്രോതസ്സുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഹ്യൂമൻ റിസോഴ്സസ് ലൈക്ക് അതർ റിസോഴ്സസ് ആർ നോട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി വേൾഡ്. മറ്റുള്ള എല്ലാ സ്രോതസ്സുകളെയും പോലെ തന്നെയും മാനുഷിക വിഭവങ്ങൾ അല്ലെങ്കിൽ മാനവ വിഭവശേഷികളും എല്ലാ ജനങ്ങളുടെ ഇടയിലും തുല്യമായിട്ട് അത് വിതരണം ചെയ്യപ്പെടുന്നില്ല. ദേ ഡിഫർ ഇൻ ദെയർ എഡ്യൂക്കേഷണൽ ലെവൽ, ഏജ് ആൻഡ് സെക്സ്. അത് അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രായപരിധിയുള്ള അല്ലെങ്കിൽ അവരുടെ ലിംഗം അടിസ്ഥാനമാക്കിക്കൊണ്ട് വ്യത്യസ്തമാകുന്നു. Their numbers and characteristics also keep changing. അവരുടെ എണ്ണവും അവരുടെ സ്വഭാവവും ഇതിനെ വ്യത്യസ്തമാക്കുവാൻ മറ്റൊരു കാരണമായി മാറുന്നു. ഡു യു നോ എന്ന ഒന്നാമത്തെ കള്ളിയിൽ കാണാം, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് എ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. മാനവ വിഭവശേഷിയുടെ വികസനത്തിനായിട്ട് ഇന്ത്യയിൽ ഒരു മന്ത്രാലയം തന്നെയുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു മന്ത്രാലയമുണ്ട്. ക്രിയേറ്റഡ് ഇൻ 1985 വിത്ത് ആൻ എയിം ടു ഇംപ്രൂവ് പീപ്പിൾസ് സ്കിൽസ്. ജനങ്ങളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി 1985 അത് സ്ഥാപിക്കുന്നത്. ജസ്റ്റ് ഷോ ഹൗ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ആർ ആസ് എ റിസോഴ്സ് ഫോർ ദി കൺട്രി. ഇത് വ്യക്തമാക്കുന്നത് ഓരോ പൗരനും ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ സ്രോതസ് എന്ന നിലക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അടുത്ത ഡു യു നോ എന്ന കള്ളിയിൽ കാണാം, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന PKY വാസ് സ്റ്റാർട്ടഡ് ഇൻ 2015 എയിമിംഗ് ടു ട്രെയിൻ 1 crore ഇന്ത്യൻ യൂത്ത് ഫ്രം 2016 to 2020. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന 2015 സ്ഥാപിതമായ യോജന അത് 1 കോടിയോളം യുവാക്കളെ അവരുടെ 2016-2020 വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നു എന്ന ഒരു ലക്ഷ്യമാണ്. The objective of this scheme is to encourage aptitude towards employable skills by giving quality training to probable and existing wage earners. ഇതുകൊണ്ട് ലക്ഷ്യീകരിക്കുന്നത് ക്വാളിറ്റിയുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ജോലിയുടെ കഴിവുകളിലേക്ക് താല്പര്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു രീതിയാണ്. അടുത്തതായി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയുടെ അനുപാതം. The way in which people are spread across the earth's surface is known as the pattern of population distribution. ലോകം മുഴുവനായിട്ട് ജനങ്ങൾ പരന്നു കിടക്കുന്ന ഈ ഒരു സംവിധാനത്തെ അതിനെയാണ് ജനസംഖ്യാനുപാതത്തിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. More than 90% of the world's population lives in about 30% of the land surface. ലോക ജനസംഖ്യയുടെ 90% ജനങ്ങളും ഭൂമിയുടെ 30% പ്രദേശത്താണ് താമസിക്കുന്നത്. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ദി വേൾഡ് ഈസ് എക്സ്ട്രീംലി അൺഈവൻ. ലോക ജനസംഖ്യയുടെ അനുപാതം ഒരിക്കലും സമമല്ല. സം ഏരിയാസ് ആർ വെരി ക്രൗഡഡ് ആൻഡ് സം ആർ സ്പെയർലി പോപ്പുലേറ്റഡ്. ചില പ്രദേശങ്ങൾ ജനസംഖ്യ കൂടുതലുള്ളതും ചിലത് വളരെ കുറവുള്ളതുമായിരിക്കും. ദ ക്രൗഡഡ് ഏരിയാസ് ആർ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ നോർത്ത് അമേരിക്ക. ജനസംഖ്യ കൂടുതലുള്ള പ്രദേശങ്ങൾ സൗത്ത് ഏഷ്യയും അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമാണ്. തെക്ക് ഏഷ്യയും അതുപോലെ തെക്ക് കിഴക്ക് ഏഷ്യയും. യൂറോപ്പ് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ നോർത്ത് അമേരിക്ക, യൂറോപ്പും അതുപോലെ വടക്ക് കിഴക്ക് അമേരിക്കയുമാണ്. വെരി ഫ്യൂ പീപ്പിൾ ലീവ് ഇൻ ഹൈ ലാറ്റിറ്റ്യൂഡ് ഏരിയാസ്, ട്രോപ്പിക്കൽ ഡിസേർട്ട്സ്, ഹൈ മൗണ്ടെയ്ൻസ് ആൻഡ് ഏരിയാസ് ഓഫ് ഇക്വേറ്ററൽ ഫോറസ്റ്റ്. വളരെ ചുരുങ്ങിയ ജനങ്ങൾ മാത്രമാണ് നല്ല ചൂട് കൂടിയ പ്രദേശങ്ങളിലും നല്ല തണുപ്പ് കൂടിയ പ്രദേശങ്ങളിലും അതുപോലെ മരുഭൂമികളിലും പിന്നെ ഇക്വേറ്ററിൻ്റെ
ഭൂമധ്യരേഖയുടെ നേരെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നത്. മെനി മോർ പീപ്പിൾ ലീവ് നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ ദാൻ സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ. ഭൂമധ്യരേഖയുടെ താഴെ ഭാഗത്ത്, അതിൻ്റെ തെക്ക് ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങളെക്കാൾ കൂടുതൽ പേരാണ് അതിൻ്റെ വടക്കു ഭാഗത്ത് ജീവിക്കുന്നത്. ആൾമോസ്റ്റ് 3/4 ഓഫ് ദി വേൾഡ്സ് പീപ്പിൾ ലീവ് ഇൻ 2 continents, ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ലോക ജനസംഖ്യയുടെ ആകെയുള്ള എണ്ണത്തിൻ്റെ 3/4 അത് അവർ ജീവിക്കുന്നത് ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡത്തിലാണ്. 60% ഓഫ് ദി വേൾഡ്സ് പീപ്പിൾ സ്റ്റേ ഇൻ ജസ്റ്റ് 10 countries. ലോക ജനസംഖ്യയുടെ മൊത്തത്തിലുള്ളതിൻ്റെ 60% ജനങ്ങളും 10 രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. ആൾ ഓഫ് ദം ഹാവ് മോർ ദാൻ 100 million പീപ്പിൾ. ഈ ജനങ്ങളുടെ എണ്ണം 100 ദശലക്ഷക്കണക്കിന് മുകളിലായിരിക്കും. ഈ ചിത്രത്തിൽ കാണാം, ഓഫ് എവറി 100 പീപ്പിൾ ഇൻ ദി വേൾഡ്. ലോകത്തുള്ള ഓരോ 100 ആൾക്കാരിലും ഇത്ര പേരാണ് ഈ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തിൽ കാണാം, ആദ്യം കൊടുത്തിട്ടുള്ള ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഇളം മഞ്ഞ കട്ടി മഞ്ഞ കളർ. ആ മഞ്ഞ കളറ് സൂചിപ്പിക്കുന്നത് ഏഷ്യയിലെ ജനങ്ങളുടെ എണ്ണമാണ്. അതായത് ലോകത്തുള്ള ഓരോ 100 പേരിലും ഇത്ര ഏഷ്യക്കാർ ജീവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജീവിക്കുന്നവർ ഏഷ്യക്കാരാണ്. രണ്ടാമത് ലീവ് ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ താമസിക്കുന്നവർ ഓറഞ്ച് കളറിൽ വളരെ ചുരുങ്ങിയ എണ്ണം മാത്രമാണുള്ളത്. അതായത് ഓരോ 100 പേരിലും ഈ റേഷ്യോ അടിസ്ഥാനത്തിലുള്ള യൂറോപ്പ് നിവാസികളുണ്ട്. മൂന്നാമത്തെ ചിത്രത്തിൽ കാണാം, വയലറ്റ് കളറിലുള്ളത് ആഫ്രിക്കയിൽ താമസിക്കുന്നവരുടെ സൂചനയാണ്. അതായത് ഓരോ 100 പേരിലും ഇത്ര ആഫ്രിക്കൻ വംശർ താമസിക്കുന്നുണ്ട്. പിന്നെ കാണുന്ന നീല ചിത്രം ലീവ് ഇൻ സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക. അതുപോലെ തെക്ക് അമേരിക്കയിലുള്ള ജനങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ലീവ് ഇൻ നോർത്തേൺ അമേരിക്ക. വടക്ക് അമേരിക്കയിൽ താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ലീവ് ഇൻ ഓഷ്യാനിയ. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് പസഫിക് ഐലൻഡ്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോലത്തെ പസഫിക് ദ്വീപുകളിൽ താമസിക്കുന്നവരെ സൂചിപ്പിക്കുന്ന എണ്ണമാണത്. ഓരോ 100 പേരിലും ഒരാൾ എന്തായിരിക്കും? ഈ പസഫിക് ഐലൻഡുകളിൽ താമസിക്കുന്നവരായിരിക്കും. അടുത്തതായിട്ടുള്ള ചിത്രങ്ങൾ കാണാം. ഈ ചിത്രത്തിൽ കാണാം, വേൾഡ്സ് മോസ്റ്റ് പോപ്പുലസ് കൺട്രീസ് ലൊക്കേറ്റ് ആൻഡ് ലേബിൾ ദീസ് കൺട്രീസ് ഇൻ ദി ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ദി വേൾഡ്. ലോകത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള 10 രാജ്യങ്ങളാണ്. ചൈന, ഇന്ത്യ, USA, ഇന്തോനേഷ്യ, ബ്രസീൽ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നൈജീരിയ, റഷ്യ ഫെഡറേഷൻ, ജപ്പാൻ. അവിടെ കാണാം അവരുടെ ജനസംഖ്യ അനുപാതത്തിൻ്റെ മാപ്പ് അവിടെ കാണാം. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ജനമുള്ളത്. പിന്നീട് ഇന്ത്യയും, തുടർന്ന് USA, ഇന്തോനേഷ്യ, ബ്രസീൽ, പാകിസ്ഥാൻ, അങ്ങനെ അവസാനം വരെ ആ ഓർഡറിൽ വരുന്നു. അവരുടെ ജനസംഖ്യയുടെ ആ ഒരു ശതമാനമാണ് അല്ലെങ്കിൽ ആ ഒരു വളർച്ചയാണ് അവിടെ കാണിക്കുന്ന കളറിലുള്ള നീണ്ട വരകൾ. ഇനി അടുത്തത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത. പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് ദി നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ യൂണിറ്റ് ഏരിയ ഓഫ് ദി എർത്ത് സർഫേസ്. ജനസാന്ദ്രത എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഏരിയയിൽ, ഭൂമിയുടെ ഒരു യൂണിറ്റ് ഏരിയയിൽ താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നൊരു കണക്കാണ്. ഇറ്റ് ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ആസ് പെർ സ്ക്വയർ കിലോമീറ്റർ. ഇത് സ്ക്വയർ കിലോമീറ്റർ എന്ന അളവിലാണ് പറയപ്പെടുന്നത്. The average density of population in the whole world is 51 persons per square kilometer. ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ജനസംഖ്യ എടുത്തു വെച്ച് നോക്കുമ്പോഴുള്ള ജനസാന്ദ്രത എന്ന് പറയുന്നത് ഓരോ സ്ക്വയർ കിലോമീറ്ററിലും 51 പേർ താമസിക്കുന്നു എന്നാണ്. സൗത്ത് സെൻട്രൽ ഏഷ്യ ഹാസ് ദി ഹയസ്റ്റ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഫോളോഡ് ബൈ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. മധ്യ തെക്കേഷ്യയിലാണ്, അതായത് ഏഷ്യയുടെ മധ്യഭാഗവും തെക്ക് ഭാഗവും കൂടിയിട്ടുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം. അത് കഴിഞ്ഞാൽ പിന്നെ ഏഷ്യയുടെ കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗമാണ് ജനസാന്ദ്രത കൂടുതലുള്ള ഒരു പ്രദേശം. ഇവിടെ 2 കുട്ടികൾ പറയുന്നത് കാണാം. When all the 30 students are present, our classroom seems very crowded. But when the same class is seated in the school assembly hall, it seems so open and empty. Why? ആ കുട്ടി ചോദിക്കുന്നു, അതായത് നമ്മുടെ ക്ലാസ്സിൽ 30 പേരും പ്രസൻ്റ് ആണെങ്കിൽ നമ്മുടെ ക്ലാസ് നിറഞ്ഞതായിട്ട് കാണുന്നു. ഇനി നമ്മൾ അസംബ്ലിയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ആ ഒരു ലൈൻ വളരെ കാലിയായിട്ട് കാണുന്നു. അപ്പോൾ കുട്ടിയുടെ മറുപടി, ബിക്കോസ് ദ സൈസ് ഓർ ഏരിയ ഓഫ് ദി ഹാൾ ഈസ് മച്ച് ലാർജർ ദാൻ ദാറ്റ് ഓഫ് ദി ക്ലാസ് റൂം. കാരണം നമ്മൾ അസംബ്ലിക്ക് ഉപയോഗിക്കുന്ന ഹാള് അത് ക്ലാസ് റൂമിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ വെൻ ഓൾ ദി സ്റ്റുഡൻസ് ഓഫ് ദി സ്കൂൾ കെയിം ഇൻ ടു ദി ഹാൾ ടു സ്റ്റാർട്ട്സ് ലുക്കിംഗ് ക്രൗഡഡ്. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഹാളിലേക്ക് വരുമ്പോൾ ആ ഹാളും നിറഞ്ഞതായിട്ട് കാണുന്നു.
അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ചെറിയ വലിപ്പമായതുകൊണ്ട് അത് മുഴുവനാകുമ്പോൾ അത് നിറഞ്ഞതായി കാണുന്നു. അതുപോലെ ഹാളും എല്ലാവരും വരുമ്പോൾ ഹാളും നിറഞ്ഞതായിട്ട് കാണും. ഡു യു നോ എന്ന കോളത്തിൽ കാണാം ആവറേജ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഈസ് 382 persons per സ്ക്വയർ കിലോമീറ്റർ. ഇന്ത്യയുടെ ആവറേജ് ഡെൻസിറ്റി ജനസാന്ദ്രത എന്ന് പറയുന്നത് ഓരോ സ്ക്വയർ കിലോമീറ്ററിലും 382 പേർ താമസിക്കുന്നു എന്നാണ്. അടുത്തതായി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യാനുപാതത്തെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാം. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിലൊന്നാമതായിട്ട് പറയുന്നത് ടോപ്പോഗ്രഫി. People always prefer to live in plains rather than mountains and plateaus because these areas are suitable for farming, manufacturing and service activities. The Ganga plains are the most densely populated areas of the world, while mountains like Andes, Alps and Himalayas are sparsely populated. ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതി. ജനങ്ങൾ സ്വാഭാവികമായിട്ടും പരന്നതും അതുപോലെ കുന്ന്, മലകൾ, അതുപോലെ ചതുപ്പ് നിലങ്ങളല്ലാത്ത സ്ഥലങ്ങളാണ് താമസിക്കുവാൻ ഉപയോഗിക്കുന്നത്. കാരണം അതാണ് കൃഷി ചെയ്യുവാനും ഉൽപ്പാദനത്തിനും മറ്റു സേവനങ്ങൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലം. ഗംഗാ സമതല പ്രദേശമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശമായിട്ട് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല ആൽപ്സ്, ആൻഡസ്, ഹിമാലയ പോലത്തെ മൗണ്ടെയിൻ പ്രദേശങ്ങളാണ് ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലമായിട്ടും പരിഗണിക്കപ്പെടുന്നത്. രണ്ടാമത്തത് ക്ലൈമറ്റ്, കാലാവസ്ഥ. People usually avoid extreme climates that are very hot or very cold like Sahara Desert, polar regions of Russia, Canada and Antarctica. കാലാവസ്ഥയും മനുഷ്യന്മാർ പരിഗണിക്കുന്ന ഒരു ഘടകമാണ്. അതിരൂക്ഷമായ കാലാവസ്ഥയുള്ള സ്ഥലത്ത് ജനങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതിചൂടുള്ളതോ അല്ലെങ്കിൽ അതിതണുപ്പുള്ളതോ ആയ സ്ഥലങ്ങൾ ഒരിക്കലും ജനവാസത്തിന് യോജിച്ചതല്ല. സഹാറ മരുഭൂമി പോലത്തെ അല്ലെങ്കിൽ ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ പോലത്തെ അല്ലെങ്കിൽ റഷ്യ, കാനഡ, അന്റാർട്ടിക്ക പോലത്തെ സ്ഥലങ്ങളിലൊന്നും ജീവിതം വളരെ പ്രയാസകരമായിരിക്കും. മറ്റൊന്നാണ് സോയിൽ, മണ്ണ്. ഫെർട്ടൈൽ സോയിൽസ് പ്രൊവൈഡ് സ്യൂട്ടബിൾ ലാൻഡ് ഫോർ അഗ്രികൾച്ചർ. ഫെർട്ടൈൽ പ്ലെയിൻസ് സച്ച് ആസ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ഇൻ ഇന്ത്യ, ഹ്വാങ്ഹെ, ചാങ്ജിയാങ് ഇൻ ചൈന ആൻഡ് ദി നൈൽ ഇൻ ഈജിപ്റ്റ് ആർ ഡെൻസ്ലി പോപ്പുലേറ്റഡ്. ഫലഭൂഷ്ടിയുള്ള മണ്ണ് അത് യോജിച്ച രീതിയിൽ കൃഷിക്കും മറ്റുമൊക്കെ ഉപകാരപ്രദമാകും. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും സമതല പ്രദേശമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള അല്ലെങ്കിൽ ഫലഭൂഷ്ടിയുള്ള പ്രദേശം. ചൈനയിലെ ഹ്വാങ്ഹെയും ജാങ്ജിയാങ്ങും അതുപോലെ ഈജിപ്തിലെ നൈലുമാണ് ധാരാളമായിട്ട് ജനസാന്ദ്രതയുള്ള മറ്റു ലോകത്തുള്ള പ്രദേശങ്ങൾ. മറ്റൊന്നാണ് വാട്ടർ. പീപ്പിൾ പ്രിഫർ ടു ലീവ് ഇൻ ദി ഏരിയാസ് where fresh water is easily available. The river valleys of the world are densely populated while deserts have spare population. ജനങ്ങൾ സ്വാഭാവികമായിട്ടും ശുദ്ധമായ വെള്ളം വളരെ എളുപ്പത്തിൽ ലഭ്യമാവുന്ന സ്ഥലങ്ങളാണ് ജീവിതത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ലോകത്തുള്ള നദീതട പ്രദേശങ്ങളാണ് കൂടുതലായും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ. മാത്രമല്ല മരുഭൂമി പോലത്തെ സ്ഥലങ്ങളിൽ വളരെ ചുരുങ്ങിയ ജനജീവിതം മാത്രമേ കാണപ്പെടുകയുള്ളൂ. മറ്റൊന്നാണ് മിനറൽസ്, ധാതുക്കൾ. ഏരിയാസ് വിത്ത് മിനറൽ ഡെപ്പോസിറ്റ്സ് ആർ മോർ പോപ്പുലേറ്റഡ്. ഡയമണ്ട് മൈൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ഡിസ്കവറി ഓഫ് ഓയിൽ ഇൻ ദി മിഡിൽ ഈസ്റ്റ് ലെഡ് ടു സെറ്റിലിംഗ് ഓഫ് പീപ്പിൾ ഇൻ ദീസ് ഏരിയാസ്. ധാതുക്കൾ ലഭ്യമായ സ്ഥലങ്ങളിൽ അതിൻ്റെ നിക്ഷേപമുള്ള സ്ഥലങ്ങളിൽ വളരെ ജനസാന്ദ്രതയുള്ള പ്രദേശമായിരിക്കും. ആഫ്രിക്കയിലെ ഡയമണ്ട് ഖനനവും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ മധ്യേഷ്യയിലെ ഓയിൽ കണ്ടുപിടുത്തമൊക്കെ ഈ പ്രദേശങ്ങളിൽ ജനങ്ങൾ താമസിക്കുവാനുള്ള കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി മറ്റു ഫാക്ടറുകളാണ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കോണമിക്കൽ ഫാക്ടേഴ്സ്. സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങൾ. സോഷ്യൽ, സാമൂഹികപരമായിട്ടുള്ള ഫാക്ടേഴ്സ്. ഏരിയാസ് ഓഫ് ബെറ്റർ ഹൗസിംഗ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആർ മോർ ഡെൻസ്ലി പോപ്പുലേറ്റഡ്. എക്സാമ്പിൾ പൂനെ. സുഗമമായ ജനജീവിതം സാധ്യമാകുന്ന, വീട് വെക്കാൻ കഴിയുന്ന, വിദ്യാഭ്യാസം ലഭിക്കുന്ന, ആരോഗ്യ സൗകര്യങ്ങളുള്ള പ്രദേശങ്ങളാണ് കൂടുതലായിട്ടും ജനസാന്ദ്രതയുണ്ടാവുക. ഉദാഹരണത്തിന് പൂനെ. മറ്റൊന്നാണ് കൾച്ചറൽ, സാംസ്കാരികപരമായിട്ട്. പ്ലേസസ് വിത്ത് റിലീജിയൻ ഓർ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് അട്രാക്റ്റ് പീപ്പിൾ. വാരണാസി, ജെറുസലേം ആൻഡ് വത്തിക്കാൻ സിറ്റി ആർ സം എക്സാമ്പിൾസ്. മതപരമായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടോ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ജനങ്ങളെ അവിടെ താമസിക്കുവാൻ ആകർഷിക്കും. ഇന്ത്യയിലെ വാരണാസി, ജെറുസലേം, വത്തിക്കാൻ സിറ്റിയൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. മറ്റൊന്നാണ് എക്കോണമിക്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യം. ഇൻഡസ്ട്രിയൽ ഏരിയാസ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആർ അട്രാക്റ്റഡ് ടു ദീസ് ഏരിയാസ്. ഒസാക്ക ഇൻ ജപ്പാൻ ആൻഡ് മുംബൈ ഇൻ ഇന്ത്യ ആർ ടു ഡെൻസ്ലി populated areas.
വാണിജ്യ വ്യവസായ മേഖലകൾ, പ്രദേശങ്ങൾ, അവിടെ തൊഴിലുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ജനങ്ങൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ജീവിക്കുവാൻ അല്ലെങ്കിൽ ജനജീവിതത്തിനു വേണ്ടി അവരെ ആകർഷിക്കുന്നു. ജപ്പാനിലെ ഒസാക്കയും ഇന്ത്യയിലെ മുംബൈയും ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽപ്പെട്ടവയാണ്. അടുത്ത സൈഡ് ഹെഡിംഗ് ആണ് പോപ്പുലേഷൻ ചേഞ്ച്, ജനസംഖ്യാ മാറ്റം. ദ പോപ്പുലേഷൻ ചേഞ്ച് റിഫേഴ്സ് ടു ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് പീപ്പിൾ ഡ്യൂറിങ് എ സ്പെസിഫിക് ടൈം. ഒരു പ്രത്യേക സമയത്ത് ജനങ്ങളുടെ എണ്ണത്തിലുള്ള മാറ്റമാണ് ജനസംഖ്യയുടെ മാറ്റമായിട്ട് പരിഗണിക്കുന്നത്. ദ വേൾഡ് പോപ്പുലേഷൻ ഹാസ് നോട്ട് ബീൻ സ്റ്റാബിൾ. ലോക ജനസംഖ്യ ഒരിക്കലും സ്ഥിരമല്ല. ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് മാനിഫോൾഡ് ആസ് സീൻ ഇൻ ദി ഫിഗർ 6.3. 6.3 ചിത്രത്തിൽ കാണുന്നത് പോലെ ഇത് ധാരാളമായിട്ട് കൂടിയിട്ടുണ്ട്. വൈ? എന്തുകൊണ്ടാണിത്? ദിസ് ഈസ് ആക്ച്വലി ഡ്യൂ ടു ചേഞ്ച് ഇൻ ദി നമ്പേഴ്സ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്സ്. ഇത് സംഭവിക്കുന്നത് ജനന മരണത്തിൻ്റെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. For an extremely long period of human history, until the 18th, the world's population grew steadily but slowly. മാനുഷിക ചരിത്രത്തിൽ 1800 വരെ കുറേ വർഷത്തേക്ക് ജനസംഖ്യയുടെ വളർച്ച വളരെ പതുക്കെയായിരുന്നു. ലാർജ് നമ്പേഴ്സ് ഓഫ് ബേബീസ് were born but they died early too. ധാരാളം കുട്ടികൾ ജനിക്കുകയും എന്നാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ മരിക്കുകയും ചെയ്തിരുന്നു. ദിസ് വാസ് ആസ് ദർ were no proper health facilities. ഇത് കാരണമായത് നമുക്ക് ആവശ്യമായ ചികിത്സ, ആരോഗ്യ സൗകര്യങ്ങളെ ഇല്ലാത്തതാണ്. സഫിഷ്യൻറ്റ് ഫുഡ് വാസ് നോട്ട് അവൈലബിൾ ഫോർ ആൾ ദി പീപ്പിൾ. ആവശ്യമായ ഭക്ഷണം എല്ലാ ജനങ്ങൾക്കും ലഭ്യമായിരുന്നില്ല. ഫാമേഴ്സ് were നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് ഇനഫ് ടു മീറ്റ് ദി ഫുഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് ആൾ ദി പീപ്പിൾ. കർഷകർക്ക് എല്ലാ ജനങ്ങൾക്കും വേണ്ട ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിച്ചിരുന്നില്ല. ആസ് എ റിസൾട്ട് ദ ടോട്ടൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ വാസ് വെരി ലോ. അതുകൊണ്ട് തന്നെ ജനസംഖ്യയുടെ വളർച്ചയും വളരെ കുറവായിരുന്നു. ഇൻ 1804 ദ വേൾഡ്സ് പോപ്പുലേഷൻ റീച്ച്ഡ് 1 ബില്യൺ. 1804 ജനസംഖ്യ 1 ബില്യണിൽ എത്തിച്ചേർന്നു. 155 ഇയേഴ്സ് ലേറ്റർ, 150 വർഷങ്ങൾക്ക് ശേഷം, ഇൻ 1959 ദ വേൾഡ്സ് പോപ്പുലേഷൻ റീച്ച്ഡ് 3 ബില്യൺസ്. ലോക ജനസംഖ്യ 3 മില്യണിലേക്ക് എത്തിച്ചേർന്നു. ദിസ് ഈസ് ഓഫൺ കോൾഡ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇതിനെയാണ് ജനസംഖ്യയുടെ പെരുപ്പം എന്ന് പറയപ്പെടുന്നത്. ഇൻ 1999 40 ഇയേഴ്സ് ലേറ്റർ, 1999 40 വർഷങ്ങൾക്ക് ശേഷം, ദ പോപ്പുലേഷൻ ഡബിൾഡ് ടു 6 ബില്യൺ. 150 വർഷം കൊണ്ട് 1 ബില്യൺ എത്തിച്ചേരാൻ കഴിഞ്ഞെങ്കിൽ എന്നാൽ 40 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഇരട്ടിയായിട്ട് 6 ബില്യണിലേക്ക് ജനസംഖ്യ വളർന്നു. The main reason for this growth was that with better food supplies and medicine, deaths were reducing while the number of births still remained fairly high. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണമായിരുന്നത് സുഭിക്ഷമായ ഭക്ഷണ വിതരണവും അതുപോലെ ആവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളും മരണക്കുറവുമൊക്കെയായിരുന്നു. മാത്രമല്ല ജനന നിരക്ക് പഴയതുപോലെ ഉയർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്തിരുന്നു. Births are usually measured using the birth rate, the number of live births per 1000 people. ജനനം എണ്ണപ്പെടുന്നത് ജനനനിരക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ജനിക്കുന്ന നമ്പർ 1000 ജനങ്ങളുടെ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട്. അതുപോലെ തന്നെ മരണവും കണക്കാക്കപ്പെടുന്നത് മരണനിരക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ്. ദ നമ്പർ ഓഫ് ഡെത്ത്സ് പെർ 1000 പീപ്പിൾ. ജനങ്ങളുടെ മരണത്തിൻ്റെ എണ്ണം 1000 പീപ്പിളിന് ജനങ്ങൾക്ക് സമമാക്കിയിട്ടാണ് അത് എണ്ണപ്പെടുന്നത്. മൈഗ്രേഷൻസ് ഈസ് ദി മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ആൻ ഏരിയ. പലായനം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് നിന്ന് ജനങ്ങൾ പോവുകയോ വരികയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ബേർത്ത് ആൻഡ് ഡെത്ത്സ് ആർ ദി നാച്ചുറൽ കോസസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്. മരണവും അതുപോലെ ജനനവുമാണ് ജനസംഖ്യയുടെ മാറ്റത്തിനുള്ള പ്രകൃതിപരമായ കാരണങ്ങൾ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബർത്ത് റേറ്റ് ആൻഡ് ദി ഡെത്ത് റേറ്റ് ഓഫ് എ കൺട്രി ഈസ് കോൾഡ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. ഒരു രാജ്യത്തിൻ്റെ ജനനനിരക്കിൻ്റെയും മരണനിരക്കിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമാണ് ആ രാജ്യത്തിൻ്റെ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്നറിയപ്പെടുന്നത്. ദി പോപ്പുലേഷൻ ഇൻക്രീസ് ഇൻ ദി വേൾഡ് ഈസ് മെയിൻലി ഡ്യൂ ടു റാപ്പിഡ് ഇൻക്രീസ് ഇൻ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. ലോക ജനസംഖ്യയുടെ വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്നുള്ള നാച്ചുറൽ ഗ്രോത്ത് റേറ്റിൻ്റെ വളർച്ചയാണ്. 6.3 എന്ന ആ ഒരു ചിത്രത്തിൽ കാണാം വേൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ വളർച്ച. 500 BC മുതൽ 2025 വരെയുള്ള ജനസംഖ്യയുടെ വളർച്ചയാണ് അവിടെ കാണിക്കുന്നത്. 1000 വർഷത്തിൽ 265 മില്യൺ ജനങ്ങളായിരുന്നു. 1500 ആയപ്പോൾ 425 മില്യണായി. 1800 900 മില്യണായി. 1900
1625 മില്യണായി. 1950 അത് 2500 മില്യണായി. 1974 4000 മില്യണായി. 1999 6000 മില്യണായി. 2025 അത് 8525 മില്യണായി മാറും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ചിത്രത്തിൽ കാണാം ബർത്ത് റേറ്റ് മോർ ദാൻ ഡെത്ത് റേറ്റ്, പോപ്പുലേഷൻ ഇൻക്രീസ്. ജനനനിരക്ക് കൂടുകയും മരണനിരക്ക് കുറയുകയും ചെയ്താൽ അവിടെ ജനസംഖ്യയുടെ വളർച്ച സംഭവിക്കുന്നു. ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് സെയിം, പോപ്പുലേഷൻ സ്റ്റേസ് ദ സെയിം. രണ്ടാമത്തെ ചിത്രത്തിൽ കാണാം മരണനിരക്കും ജനനനിരക്കും ഒരുപോലെയാണെങ്കിൽ അവിടെ പോപ്പുലേഷൻ നേരായ രീതിയിലാണ് പോകുന്നത്. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ ഡെത്ത് റേറ്റ് മോർ ദാൻ ബർത്ത് റേറ്റ്, പോപ്പുലേഷൻ ഡിക്രീസസ്. മരണനിരക്ക് ജനനനിരക്കിനേക്കാൾ കൂടുതലാകുമ്പോൾ അവിടെ പോപ്പുലേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. മൈഗ്രേഷൻ ഈസ് അനദർ വേ ബൈ വിച്ച് പോപ്പുലേഷൻ സൈസ് ചേഞ്ചസ്. മൈഗ്രേഷനാണ് ജനസംഖ്യയുടെ സൈസിനെ മാറ്റുന്ന മറ്റൊരു ഘടകം. പീപ്പിൾ മേ മൂവ് വിത്തിൻ എ കൺട്രി ഓർ ബിറ്റ്വീൻ കൺട്രീസ്. ജനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്യുകയും എന്നാൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്കും പലായനം ചെയ്യുന്ന സംവിധാനം ലോകത്തുണ്ട്. എമിഗ്രൻസ് ആർ പീപ്പിൾ ഹൂ ലീവ് എ കൺട്രി. എമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ നിന്ന് പുറത്തു പോകുന്നവരാണ് എമിഗ്രൻസ്. ഇമിഗ്രൻസ് ആർ ദോസ് ഹൂ അറൈവ് ഇൻ എ കൺട്രി. ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരാളാണ് ഇമിഗ്രൻസ്. കൺട്രീസ് ലൈക്ക് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ ഹാവ് ഗെയിനഡ് ഇൻ നമ്പേഴ്സ് ബൈ ഇൻ മൈഗ്രേഷൻസ് ഓർ ഇമിഗ്രൻറ്റ്. അമേരിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങൾ അവിടേക്ക് പുതുതായിട്ട് പലായനം ചെയ്തു വരുന്നവരുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ ജനസംഖ്യ കൂടുതലായിട്ടുണ്ട്. സുഡാൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കൺട്രി ദാറ്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ് എ ലോസ് ഇൻ പോപ്പുലേഷൻ നമ്പേഴ്സ് ഡ്യൂ ടു ഔട്ട് മൈഗ്രേഷൻ ഓർ എമിഗ്രേഷൻ. സുഡാൻ ഒരു ഉദാഹരണമാണ്. എത്തരത്തിൽ നിന്ന് വെച്ചാൽ ജനങ്ങൾ ആ രാജ്യത്തിൽ നിന്ന് പുറത്തു പോവുകയും അതുപോലെ ആ രാജ്യത്തിൻ്റെ ജനസംഖ്യ കുറയുകയും ചെയ്ത ഒരു രാജ്യമാണ് സുഡാൻ. അവിടെ സംഭവിക്കുന്നത് ഔട്ട് മൈഗ്രേഷനാണ് ഓർ എമിഗ്രേഷൻ, അതായത് ആ രാജ്യത്ത് നിന്ന് ജനങ്ങൾ പുറത്തേക്ക് പോകുന്നു. ദ ജനറൽ ട്രെൻഡ് ഓഫ് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻസ് ഈസ് ഫ്രോം the less developed nations to the more developed nations in search of better employment opportunities. അന്താരാഷ്ട്ര മൈഗ്രേഷൻ അല്ലെങ്കിൽ പലായനം അതിൻ്റെ ഒരു പൊതു ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ വികസനം കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് വികസിച്ച് കഴിഞ്ഞ രാജ്യങ്ങളിലേക്ക് നല്ല ജോലി സാധ്യതയും നല്ല അവസരങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ട് പലായനം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. വിത്തിൻ കൺട്രീസ് ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ മേ മൂവ് ഫ്രം ദി റൂറൽ ടു അർബൻ ഏരിയാസ് ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ്. രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ ഓരോ രാജ്യത്തിനും അതിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം ജനങ്ങൾ പ്രാദേശിക സ്ഥലങ്ങളിൽ നിന്ന് നഗരപ്രദേശങ്ങളിലേക്ക് മൈഗ്രേഷൻ ചെയ്യുന്നുണ്ട്. അത് അവർ ജോലി സാധ്യതയും വിദ്യാഭ്യാസവും ആരോഗ്യ സൗകര്യങ്ങളൊക്കെ തേടിയിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ജനങ്ങൾ റൂറൽ പ്രദേശങ്ങളിൽ നിന്ന് നഗരപ്രദേശങ്ങളിലേക്ക് മൈഗ്രേഷൻ പലായനം ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.